വാവ പള്ളിപ്പുറം യൂണിറ്റ് വാർഷിക സമ്മേളനവും ആദ്യകാല നാടക നടൻ ഗോപൻ കടുവങ്കശ്ശേരി അനുസ്മരണവും ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ അതിന്റെ ചുരുക്കമാണ് വാവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈപ്പിൻകരയിലെ കലാകാരന്മാരുടെ ഐശ്വര്യത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷൻ, അതാണ് വാവ. ദീർഘകാലമായി 10-20 വർഷം പിന്നിട്ട് അതിൻ്റെ ബാലാരിഷ്ടതകളെല്ലാം പലതും പിന്നിട്ട് അത് പുതിയൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് കിടക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ പ്രദേശം മാത്രം ഒരല്പം തളർച്ചയിലായി പോയി. ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ നമ്മളെ നയിക്കാൻ നമ്മുടെ സുധാസ്തായിട്ടുണ്ടായിരുന്നു, ഒരു ഒത്താശ ചെയ്തു കൊടുത്തിരുന്നത് സാമ്പത്തിക കാര്യങ്ങളിലായാലും എല്ലാം അത് മുനമ്പം പള്ളിപ്പുറം ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് അതിനൊരു തളർച്ച വന്നു. ആ തളർച്ച മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ വാർഷിക സമ്മേളനത്തിലൂടെ നടക്കുന്നത്. ഒരു നാടകം മുഴുവൻ കാണാപ്പാഠം പഠിച്ച് വ്യത്യസ്ത കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന അതുല്യ പ്രതിഭയായിരുന്നു ഗോപനെന്നും നാടകം ഒരു ജീവിതമാക്കിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും സിപ്പി പള്ളിപ്പുറം പറഞ്ഞു. വാവ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മുനമ്പം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഞാറക്കൽ ശ്രീനി ONV അനുസ്മരണം നടത്തി. ജോസഫ് പനക്കൽ, ഗോപൻ കടുവങ്കശ്ശേരി അനുസ്മരണം നടത്തി. അലക്സ് താളുപാടത്ത്, തോമസ് പീറ്റർ, വാർഡ് മെമ്പർ പ്രശീല ബാബു, വിവേകാനന്ദൻ മുനമ്പം, ജോസി ഞാറക്കൽ, ആന്റണി രാജു, സീന റാഫേൽ, മേരി അംബ്രോസ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ശക്തികളുടെ സ്ഥിരം പല്ലവിയാണ് പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളെയും മിത്തുകളെ എടുത്തുകൊണ്ട് ആധുനിക ശാസ്ത്രം ഉടലെടുക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ശാസ്ത്രം ഉണ്ടായിരുന്നു എന്ന് ആ മിത്തുകളെ ഉപയോഗിച്ച് അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മളെ ഒരു പ്രാകൃത യുഗത്തിലേക്ക് നയിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കലാകാരന്മാരായ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രതിരോധം തീർക്കേണ്ട ഒരവസ്ഥയാണെന്നാണ് ഈ ആസുരകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കലാപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ പറഞ്ഞ ആളുകൾക്ക് തന്നെ എനിക്കും ഏതാണ്ട് അറിയാവുന്ന ആളാണ്, അന്ന് സഹകരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ഗോപന്യേട്ടൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയും. ഇദ്ദേഹം വലിയ ഒരു നാടകക്കാരനായിരുന്നു. സ്വന്തമായി തന്നെ ഗീത സംഗീതത്തെ വീട്ടിൽ റിഹേഴ്സലൊക്കെ ചെയ്ത് ആളുകളൊക്കെ സംഘടിപ്പിച്ച് ഒക്കെ ചെയ്തിരുന്ന ഒരു വലിയ മനുഷ്യനാണ്. പക്ഷെ പിന്നീട് വന്നപ്പോൾ അത് അദ്ദേഹത്തിന് പറഞ്ഞ പോലെ പലർക്കും അറിയാൻ പറ്റാത്ത രീതിയിലായി. പറഞ്ഞ പോലെ പിന്നെ എന്താണ് ചുവരിൽ തൈലം നിൽക്കുന്ന ഒരാളായിട്ടാണ് ആളുകൾ കണ്ടത്. പുള്ളിയോട് അടുത്ത് സംസാരിക്കും, ഭയങ്കരമായി സംസാരിക്കുന്നതാണ്. തുടക്ക സമയങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു വെച്ചാണ്. അതിന്ന് MBBS കഴിഞ്ഞ് ഡോക്ടറായി വരുന്ന ദിവസങ്ങളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സ്നൂപ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, പ്രസിഡൻ്റായാലും പ്രസിഡന്റ് പറയില്ലല്ലോ, പ്രസിഡന്റ് എൻ്റെ പേര് പറഞ്ഞു. പ്രസിഡന്റും അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, ഇവർ രണ്ടുപേരും സിപ്പി സാറിനും പനക്കൽ സാറിനോടൊപ്പം തന്നെ പഠിച്ച് കയറി. അവർ ഒരാൾ 8 പുസ്തകം എഴുതി, ഒരാൾ 3 പുസ്തകം എഴുതി. നിസാര കാര്യമല്ല പുസ്തകം തീർക്കാൻ പറയുന്നത്, അത് എഴുതാന്ന് പറയുന്നത്. ആ രണ്ടുപേരെയും നമ്മൾ ഈ വാവയുടെ ഈ ചടങ്ങിൽ ഒന്ന് ആദരിക്കുന്നുണ്ട്.